ലോകമെങ്ങുമുള്ള ക്രിസ്തു വിശ്വാസികളുടെ ഏറ്റവും വലിയ പ്രത്യാശയാണ് യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവ്. കഴിഞ്ഞ 2000 വർഷമായി ഓരോ തലമുറയിലും ജീവിച്ചിരുന്ന ക്രിസ്തു ഭക്തർ തങ്ങളുടെ തലമുറയിൽ തന്നെ യേശു ക്രിസ്തു മടങ്ങി വരും എന്ന് ഉറപ്പോടെ വിശ്വസിച്ചിരുന്നു. ഇപ്പോഴിത് ആഫ്രിക്കയിലെ ഒരു പാസ്റ്റർ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ കൃത്യം തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു. സൗത്ത് ആഫ്രിക്കൻ പാസ്റ്റർ ആയിരിക്കുന്ന ജോഷ്വ മക്കേലയാണ് ഈ പ്രവചനം നടത്തിയിരിക്കുന്നത്. നമുക്ക് ആദ്യം ഈ ജോഷ്വ മക്കേല എന്ന പാസ്റ്ററെ കുറിച്ചൊന്ന് അന്വേഷിക്കാം. അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ നിന്നുള്ള 43 വയസ്സുള്ള ക്രിസ്ത്യൻ ലീഡറാണ്. അദ്ദേഹത്തിന്റെ ആദ്യകാല ജീവിതത്തെ കുറിച്ചൊന്നും കാര്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. വിക്ടറി ലൈഫ് മിനിസ്ട്രീസ് ഇന്റർനാഷണലിന്റെ അസിസ്റ്റന്റ് പാസ്റ്ററാണ് എന്ന വെബ്സൈറ്റുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതൊരു പ്രോസ്പെരിറ്റി സ്റ്റൈലിലുള്ള ഒരു സഭയാണെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ചില റിപ്പോർട്ടുകളിൽ മിഖായേൽ കിങ്ഡം ഗ്ലോബൽ മിനിസ്ട്രീസുമായും ഇദ്ദേഹത്തിന് ബന്ധമുണ്ടെന്ന് പറയുന്നു. ഇദ്ദേഹം തന്നെ ഒരു പ്രവാചകനെന്നൊന്നും അവകാശപ്പെടുന്നില്ല. അങ്ങനെ വിളിക്കുവാൻ അദ്ദേഹത്തിന് ആഗ്രഹവുമില്ലെന്ന് പറയുന്നുണ്ട്. തന്നെ ദൈവദാസൻ എന്ന് വിളിച്ചാൽ മതിയെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. പാസ്റ്റർ ജോഷുവ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മുഴുവൻ ഓൺലൈൻ വഴിയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളുടെ യൂട്യൂബ് വീഡിയോകൾ, പോഡ്കാസ്റ്റുകൾ, അങ്ങനെയുള്ള സന്ദേശങ്ങളെല്ലാം ലക്ഷക്കണക്കിന് ആളുകളാണ് കാണുന്നത്. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ട് അത് സെപ്റ്റംബർ മാസം 23, 24 തീയതികളിൽ സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതും നമുക്ക് ഓൺലൈനിൽ വാങ്ങുവാൻ ലഭ്യമാണ്. 2011 മുതൽ 2017 വരെ താൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടെന്നും 2018 യേശു നേരിട്ട് തനിക്ക് പ്രത്യക്ഷപ്പെട്ടുവെന്നും ഒക്കെ ഇദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. 2022 അന്തിക്രിസ്തു ആരാണെന്ന്, ആ അന്തിക്രിസ്തുവിന്റെ ഐഡന്റിറ്റി അദ്ദേഹത്തിന് മനസ്സിലായെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ഏറ്റവും വൈറലായിരിക്കുന്ന പ്രവചനമാണ് 2025 സെപ്റ്റംബർ മാസം, അതായത് ഈ മാസം 23, 24 തീയതികളിൽ ഉൾപ്രാവണം അഥവാ റാപ്ചർ നടക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത്. ഇത് വെറുതെ അങ്ങ് പറയുകയല്ല. യഹൂദന്മാരുടെ റോഷ് ഹഷാന എന്ന് പറയുന്ന കാഹളനാഥ പെരുന്നാൾ, അതുമായി ബന്ധപ്പെടുത്തിയാണ് ഇദ്ദേഹം ഈ തിയറി ഉണ്ടാക്കിയിരിക്കുന്നത്. യേശു തനിക്ക് നേരിട്ട് വെളിപ്പെടുത്തിയ കാര്യമാണ് ഈ സമയക്കണക്കെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം അവകാശപ്പെടുന്നു, റാപ്ചർ നമ്മുടെ തൊട്ടു മുകളിൽ എത്തിയിരിക്കുന്നു, നിങ്ങൾ തയ്യാറാണോ? ഇതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. 1948 ഇസ്രായേൽ ഒരു രാഷ്ട്രമായി. അത് 77 വർഷമാകുന്നു. ഇത് കണക്കാക്കിയാണ് ഈ തീയതി കൃത്യമാക്കിയിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഈ റാപ്ചറിന് ശേഷം എതിർക്രിസ്തുവിന്റെ വാഴ്ചാകാലമാണെന്നും മൃഗത്തിന്റെ മുദ്രയും മറ്റ് അരാജകത്വങ്ങളും വരുമെന്നും ഒക്കെ അദ്ദേഹം മുന്നറിയിപ്പും നൽകുന്നുണ്ട്. സംഗതി 100% ഉറപ്പാണെന്നും സെപ്റ്റംബർ 23 റാപ്ചറിന്റെ ലൈവ് സ്ട്രീമിംഗ് താൻ നടത്തുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴി വ്യാപകമായി പ്രചരിച്ച ഈ പ്രവചനത്തോടുള്ള പ്രേക്ഷകരുടെ പ്രതികരണം സമ്മിശ്രമാണ്. എക്സിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഇങ്ങനെ നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഈ പ്രവചനങ്ങൾ കാണുകയും ഷെയർ ചെയ്യുകയും ഫോളോ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ചിലർ ഇത് പൂർണ്ണമായും വിശ്വസിക്കുന്നു. അദ്ദേഹം സത്യം പറയുന്നു എന്ന് ധാരാളം കമന്റുകളുണ്ട്. പ്രവചനം വിശ്വസിച്ച് കാത്തിരിക്കുന്നവരും ജീവിതത്തിൽ അടിസ്ഥാനപരമായ കുറെ മാറ്റങ്ങൾ വരുത്തിയവരും ധാരാളം ഉണ്ടെന്നും ആ കമന്റുകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ചിലർ വീടുകൾ വിറ്റു, ചിലർ അവരുടെ സ്വന്തം കാറുകൾ വിറ്റു, ജോലി ഉപേക്ഷിച്ചു. അങ്ങനെ റാപ്ചറിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ പ്രതികരണം പോലും നമുക്ക് അതിൽ കാണുവാൻ സാധിക്കുന്നു. പക്ഷെ ഇതിനെ ശക്തമായി വിമർശിക്കുന്ന ആളുകളുമുണ്ട്. പ്രമുഖ ക്രിസ്തീയ നേതാക്കളായ ജൊനാഥൻ കാൻ, പാസ്റ്റർ വ്ലാഡ് സെവേജ് എന്നിവരെല്ലാം ഈ പ്രവചനങ്ങൾ വ്യാജമാണെന്നും വിശ്വസിച്ച് വഞ്ചിതരാകരുതെന്നും വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ക്രിസ്തുവിന്റെ മടങ്ങിവരവിന് തീയതി നിശ്ചയിക്കുന്നത് ബൈബിൾ അനുസരിച്ച് ശരിയല്ല എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. ചിലർ മത്തായി 24:36 ഉദ്ധരിച്ച് കള്ളപ്രവാചകൻ എന്നാണ് ഇദ്ദേഹത്തെ വിളിക്കുന്നത്. സാത്താൻ എന്ന് വിളിക്കുന്നവരുമുണ്ട്. ന്യൂയോർക്ക് പോസ്റ്റ്, സ്കൈ ന്യൂസ് പോലുള്ള മാധ്യമങ്ങൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ഈ വാർത്തകൾക്ക് വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരം പ്രവചനങ്ങളൊന്നും പുതിയതല്ല എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കണം. ചരിത്രത്തിൽ ഒട്ടേറെ ആളുകൾ വിവിധ കാലഘട്ടങ്ങളിൽ യേശുവിന്റെ വരവോ ഉൾപ്രാവണമോ ഒക്കെ പ്രവചിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം തെറ്റിപ്പോയി എന്നുള്ളതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം.
ചില ഉദാഹരണങ്ങൾ നോക്കാം. AD 500 റോമിൽ ഹിപ്പോലിറ്റസ്, സെക്സ്റ്റസ് ജൂലിയസ് അഫ്രിക്കാനസ്, ഇറീനിയസ് എന്നിവർ ചേർന്ന് യേശു മടങ്ങി വരുമെന്ന് പ്രവചിച്ചു. തെറ്റിയപ്പോൾ വിശ്വാസികൾ നിരാശരായി. ചിലരെല്ലാം വിശ്വാസം ഉപേക്ഷിച്ചു പോകുവാനും അത് കാരണമായി തീർന്നു. 1844 വില്യം മില്ലർ ക്രിസ്തുവിന്റെ രണ്ടാം വരവ് പ്രവചിച്ചു. ആയിരങ്ങൾ ഒന്നിച്ച് കാത്തിരുന്നു. 10,000-കണക്കിന് ആളുകൾ അതിനുവേണ്ടി തയ്യാറെടുത്തു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. പലരും വിശ്വാസം നഷ്ടപ്പെട്ടു. ചിലർ ആത്മഹത്യ ചെയ്തു. പിന്നീട് ഇതിനെ ഗ്രേറ്റ് ഡിസപ്പോയിന്റ്മെന്റ് എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നു. എന്നാൽ മറ്റൊരു കാര്യമുണ്ട്. ഈ ഗ്രൂപ്പിൽ നിന്നാണ് സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് എന്ന സഭയുണ്ടായത്. അവർ തെറ്റിപ്പോയ പ്രവചനത്തെ വളരെ വിദഗ്ധമായി ആത്മീയമായി വ്യാഖ്യാനിച്ച് അതിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. 1988 എഡ്ഗർ വിസനന്റ് 1988 റാപ്ചർ സംഭവിക്കുവാൻ 88 കാരണങ്ങൾ ഉണ്ടെന്നൊരു പുസ്തകമാണ് അദ്ദേഹം എഴുതിയത്. 88 സെപ്റ്റംബർ 11, 13 തീയതികളിൽ അത് നടക്കുമെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. അത് തെറ്റിപ്പോയപ്പോൾ അദ്ദേഹം തീയതി ഒന്ന് മാറ്റി 1989-ലോ 1990-ലോ ഒക്കെ നടക്കുമെന്ന് പ്രഖ്യാപിച്ചു. അതും പാളിയതോടെ പിന്നീട് അദ്ദേഹം മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടുകയായിരുന്നു. 2011 ഹരോൾഡ് കാമ്പിംഗ് 2011 മെയ് 21 റാപ്ചർ സംഭവിക്കുമെന്ന് പ്രവചിച്ചു. വലിയ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ധാരാളം പണം ചെലവഴിച്ചു. കാരണം ആളുകളൊക്കെ ഇതൊക്കെ മനസ്സിലാക്കണമല്ലോ. എന്നാൽ ഈ പ്രവചനം തെറ്റിപ്പോയി. ഒടുവിൽ അദ്ദേഹം മാപ്പ് പറഞ്ഞു. പിറ്റേ വർഷം അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു 2012. ക്രിസ്തുവിന്റെ മടങ്ങിവരവ് പ്രവചിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കൂട്ടരാണ് യഹോവ സാക്ഷികൾ. 1914, 1925, 1975 എന്നീ വർഷങ്ങളിലൊക്കെ ഇവർ മാറി മാറി പ്രവചിച്ചെങ്കിലും ഒന്നും ശരിയായില്ല. പക്ഷെ സഭ ഇപ്പോഴും തുടരുന്നുമുണ്ട്. ഇനി നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ ഇതുപോലെ പ്രവചനം നടത്തിയ പലരുമുണ്ട്. അതിൽ ഏറ്റവും പ്രമുഖനായിരുന്നു യൂസ്തോസ് ജോസഫ് എന്ന വിദ്വാൻ കുട്ടി അച്ഛൻ. 1881 ഒക്ടോബർ 2 യേശുവിന്റെ പുനരാഗമനം ഉണ്ടാകുമെന്ന പ്രവചനമാണ് അദ്ദേഹം നടത്തിയത്. തീയതിയൊക്കെ നിശ്ചയിച്ചു, കാത്തിരുന്നു. വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, ഇദ്ദേഹം അതിമനോഹരമായ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ ഗാനങ്ങൾ പലതും ഇന്നും മലയാളി ക്രൈസ്തവർ പാടി ആരാധിക്കുന്ന ഗാനങ്ങളാണ്, പ്രത്യാശാ ഗാനങ്ങളുമാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞു. പക്ഷെ ആ തീയതിയിൽ ഒന്നും സംഭവിച്ചില്ല. കാത്തിരുന്നവരൊക്കെ നിരാശരായി പോയി. കുറെ പേര് വിശ്വാസം ഉപേക്ഷിച്ചു പോയി. ചിലർ പുതിയ ഒരു സഭയുണ്ടാക്കി. അതാണ് അതിന്റെ ചരിത്രം. ഇന്നും അദ്ദേഹത്തിന്റെ അനുയായികൾ വളരെ കുറച്ച് ആളുകൾ ഇന്നും കേരളത്തിൽ ഉണ്ട് എന്നുള്ളതും പ്രത്യേകതയാണ്. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് ബൈബിൾ ഉറപ്പു നൽകുന്ന ഏറ്റവും വ്യക്തമായ സന്ദേശങ്ങളിലൊന്നാണ്. അപ്പോസ്തല പ്രവർത്തികൾ 1:11 ഈ യേശു നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് പോയതുപോലെ തന്നെ മടങ്ങി വരുമെന്ന് കൃത്യമായി പ്രവചിക്കുന്നുണ്ട്. തെസ്സലോനിക്ക ലേഖനം 4:16-17 റാപ്ചറിനെ കുറിച്ച് കൃത്യമായി പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഇതാണ് കൃത്യമായി റാപ്ചറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്യം. ഇനി മത്തായി സുവിശേഷം 24-ാം അധ്യായം 36-ാം വാക്യത്തിൽ യേശു തന്നെ പറഞ്ഞൊരു വാചകമുണ്ട്. ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. അതായത് യേശുക്രിസ്തു പോലും തന്റെ മടങ്ങി വരവിന്റെ കൃത്യമായ സമയം അറിയുന്നില്ല എന്ന് യേശുക്രിസ്തു വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. മത്തായി സുവിശേഷം അതേ അധ്യായത്തിൽ ഈ 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്. നിങ്ങളുടെ കർത്താവ് ഏതു ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പിൻ. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. ഇതാണ് ബൈബിൾ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് പറയുന്ന കൃത്യമായ വാക്യങ്ങൾ. അതുകൊണ്ട് തീയതി പ്രവചിക്കുന്നത്, യേശുവിന്റെ മടങ്ങിവരവിന് സമയം നിശ്ചയിക്കുന്നത് ഇതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ്. നമ്മൾ വിശ്വാസികൾ എപ്പോഴും തയ്യാറായിരിക്കുക. ഏത് നിമിഷവും നമ്മുടെ മരണം സംഭവിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കർത്താവിന്റെ വരവുണ്ടാകും. പ്രവചനങ്ങൾ
വ്യക്തികളുടെ പ്രവചനങ്ങൾ വിശ്വസിച്ച് അതിന്റെ പുറകെ പോകാതെ കൃത്യമായി ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക, പഠിക്കുക, വിശ്വാസത്തോടുകൂടെ നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. കർത്താവ് നമ്മെ എല്ലാം സഹായിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെ ഓർക്കുക.